അല്ല, എന്താണ് ഇവിടെ തെറി വിളിച്ചത് ഒന്ന് പറഞ്ഞേ. തെറിവാക്ക് എന്താണ് ഒന്ന് പറഞ്ഞേ. അക്ബർ ഒന്ന് പറഞ്ഞു. ഇവിടെ എടാ നീ യൂസിയുടെ ഞാൻ കേട്ടെ ഈ മാമൻ എടാ മാമൻ ഇവിടെ ഞാൻ കേട്ടെ എടാ മര്യാദക്ക് ഇവിടെ യൂസ് സംസാരിക്കുക. ചെയ്ത തെറിവാക്ക് ഏതാണ് അത് പറ. എടാ പൊടാന്ന് വിളിക്കണേ അന്ന കേട്ടോ. പൊന്ന് അതുകൊണ്ട് എന്റെ പൊന്ന് അങ്ങനെയുള്ള മാമ ഞാൻ കേട്ടെ. ഇവിടെ വേണ്ട. ആ ആ എടാ മാമ മുഹമ്മദ് ആയിരുന്നു. എടാ മാമ നിന്റെ മുഹമ്മദ് ആയിരുന്നു. ഒന്നും സംഭവിക്കാനില്ല, അവന് താഴത്തേക്ക് ഇട്. ഇല്ല അല്ല എന്നെ താഴത്തേക്ക് ഇട്ട് നിങ്ങൾ കഴിവില്ല എടാ ഇവിടെ വിളിച്ച തെറിവാക്ക് എന്താണെന്ന് നീ പറ. അതെ അതെ നിന്റെ ഖുറാൻ ഓതിയതാണോ? നിങ്ങൾ സംസാരിക്കാൻ നിന്റെ ഖുറാൻ ഓതിയതാണോ? ഈ പുള്ളി പറയണേ. ഇറങ്ങി വല്ല ഇയാള് ചാവാറായില്ല, വല്ല കുഴിയിലും പോയി കിടക്ക്. എന്തോന്ന് അല്ല ഞാൻ വീട്ടിൽ പോയി പറയാതെ ഈ പുള്ളിക്കാരൻ പറയണതിൽ വാസ്തവ വിരുദ്ധമാണ്. പുള്ളി തീവ്രവാദമാണ് ഇവിടെ സംസാരിക്കുന്നത്. പുള്ളി പറയണത് തീവ്രവാദമാണ്. ഈ പുള്ളിയൊക്കെ ചാവാറായി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഈ ലോകത്തല്ലേ ജീവിക്കണത്? തീവ്രവാദം നീ പറയണ നിങ്ങൾക്ക് മര്യാദക്ക് മര്യാദ പോലെ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല ആൾക്കാര്. ഇങ്ങനെ മതവും പറഞ്ഞുകൊണ്ട് നടക്കാൻ സമ്മതിക്കൂല. നിങ്ങളെ പോലുള്ള പ്രശ്നം ഉണ്ടാക്കണത് ആൾക്കാരെ നമ്മള് ഞാനൊരു സാധാരണ പൗരനാണ്. നിങ്ങളെ ആൾക്കാരെ നമ്മള് വച്ച് പൊറപ്പിക്കൂല. ഇതുപോലെ ഇരുന്ന് ഇതാണ് നിങ്ങൾക്ക് കഴിയണത്. നിങ്ങളെ പോലുള്ള ഇങ്ങനെ മതം പറഞ്ഞ് സമ്മതിക്കൂല. ഇതുപോലെ കേരളത്തില് ഞങ്ങൾക്ക് ഈ പറഞ്ഞമാരുടെ ഒന്നും കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കിളവനൊക്കെ പോവാണെങ്കിലാണ് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മാമനൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇയാള് ചാവാത്ത എന്താ? ഈ എന്തോരം നാള് ജീവിക്കും. ഈ കിളവനൊക്കെ ചത്തുപോവാത്ത എന്താ മനസ്സിലാവാത്ത? കഴിവില്ലാത്ത കഴിവേറി ഒരു 10 വയസ്സരം നിങ്ങൾക്ക് 10 വയസ്സരം വെറുതെ മതം കന്നാലികള്. നിനക്ക് കഴിവില്ലാത്ത കഴിവേറിയവനൊക്കെ ഈ കിളവനൊക്കെ വല്ല കഴിവുമാരൊക്കെ നാണം ആൾക്കാരെ മ്യൂട്ട് എന്തിനും ഒന്നും അറിയാൻ പാടില്ല. ഒരു കഴിവില്ലാത്ത ഈ മാമ പഠിപ്പിച്ചതല്ല. നിനക്ക് നാണാവ്. എന്നെ ഒരു എന്റെ ഒരു കാര്യം പറയാം. നിങ്ങളെ പോലുള്ള പ്രശ്നം ഉണ്ടാക്കണം. തീവ്രവാദിയാണ്. ഈ മൈക്കിളൊക്കെ പച്ച തീവ്രവാദി. ഈ അച്ഛനെന്ന് പേരിട്ടോണ്ട് നിനക്ക് ഇതുപോലെ ടോപ്പിക്ക് ഇട്ടോണ്ടിരിക്കാൻ ഞങ്ങളുടെ കേരളത്തിൽ ഇതുപോലുള്ള ആൾക്കാരെ ഇതുപോലെ മ്യൂട്ടടി മനസ്സിലായില്ല. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ മ്യൂട്ട് അടിപ്പിച്ചോളാം. നാണാവൂലടാ. എടാ പോയി വല്ല നരേന്ദ്രമോദിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും കാലുമ്പേ. അതല്ലാണ്ട് നിന്നെ കൊണ്ടൊന്നും ഇത് മാത്രം എനിക്ക് ഈ റൂമിൽ വന്നിട്ട് ഈ റൂമിലല്ല നിന്റെ നീ ഇവിടെ സമാധാനമാണ് വേണ്ടത്. അല്ല ഇവിടെ സമാധാനമാണ് വേണ്ടത്. വന്ന് പറയും. അല്ലാണ്ട് നിന്റെ വീട്ടിൽ വന്ന് പട്ടിയും ചോദിക്കാൻ പറയും. മനസ്സിലായില്ലേ? നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇവിടെ തീവ്രവാദം തീവ്രവാദം സമ്മതിക്കില്ല. സമാധാനത്തോട് അതിന് നിന്നെയൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലത്. നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കും നിന്നെയൊക്കെ. അത്രാണ്. നീ വിട്ടു. നിയമത്തിന് മുന്നേ നിന്നെ നിയമം കൊണ്ട് റിപ്ലൈസ് അല്ല. നിന്റെ എന്ത് സോണായാലും നീ പറഞ്ഞത് തീവ്രവാദമല്ലേ? നീ പറഞ്ഞല്ലേ ഏറ്റവും വലിയ പച്ചയായ തീവ്രവാദം? നീ തീവ്രവാദി. ഏറ്റവും വലിയ തീവ്രവാദി നീയാണ്. മൈക്കിളെ തീവ്രവാദി. ഈ മാമനാണ് തീവ്രവാദി. ഈ കിളവനെയൊക്കെ ചാവാൻ വിടാണ്ട് ഈ ചെങ്ങായിക്ക് വെല്ലം ഈ അലനെയൊക്കെ എന്ത് നീ പൊട്ടണമാണ്. നിനക്ക് നാണാവില്ല. നിനക്ക് മാമൂനിനെ തേച്ച് പിപ്പിയിൽ ഒട്ടിച്ചിട്ട് നിനക്ക് റിമൂവ് അടിക്കാണ്ട് ഒട്ടിച്ചിട്ട് നീ വിചാരിക്കും. കുത്തുനബിയെ
എടാ അലനെ ഞാൻ നിന്നെ ഇവിടെ കേക്കോളൂ പൊട്ടിച്ചിട്ടേ ഞങ്ങൾ അടങ്ങും. ഇതുപോലെ നീ എന്തൊക്കെ അല്ലെങ്കിൽ ഉണ്ടല്ല, ഞാൻ നിന്റെ മര്യാദ ബാലുശ്ശേരി നിനക്കൊക്കെ മര്യാദ ഒരു കുറെ നാൾ മുമ്പ് ഒരു ഭീഷണി മുഴക്കുകയായിരുന്നല്ലോ, അതെല്ലാം ഞങ്ങൾ കേട്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് അത് യാതൊരു കാരണവശാലും മര്യാദക്ക് ഞാൻ അതിലൊന്നും നടക്കാൻ പറ്റുമെങ്കിൽ നടന്നു. എടാ നീ നിന്നെ ഒന്നും വീട്ടിൽ മാത്രേ ഉള്ളൂ മര്യാദക്ക് ഇതുപോലെയൊക്കെ ഇട്ടോണ്ട് നടന്ന് ഈ നാട്ടിൽ പ്രശ്നം കഴിഞ്ഞാൽ നിന്നെ ഒന്നും നിന്നെയൊക്കെ റോട്ടിയും കൂടെ തല്ലിക്കൊണ്ടോട് ഒരു തെണ്ടിയും ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാ കേട്ടോ. എന്റെ പൊന്നു മാമ എടാ കിളവാ പോയി ചാവാറായില്ല നീ ഇങ്ങനെ നടക്കണ ഈ ആൾക്കാരെ ഇങ്ങനെ കൊറേ വെറുതെ കൂടാന്നല്ലാണ്ട് നിന്നെ ഗുണമില്ലോടാ. ഇങ്ങോട്ട് എടുക്കണ്ട. നിന്റെ പെണ്ണും അനാവശ്യം നീ അനാവശ്യം പറയല്ല. നീ ഇങ്ങനെ ഇതൊക്കെ പറയണതിനാ ഇതുപോലെ കേട്ടോ. ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ. നിന്റെയൊക്കെ വീട്ടിൽ പെണ്ണുമ്പോൾ കേറി പിടിക്കുക നിന്റെ പെണ്ണും മര്യാദക്ക് പറഞ്ഞു. ഇതുപോലെ ഇരുന്ന് മനസ്സിലായ ഇതുപോലെ ഇരുന്ന് കരയുണ്ട്. ഇത് നീ മര്യാദ റൂമൊന്നും ഇടാണ്ട് എന്റെ പോണാ ഇറങ്ങി പോണാ റൂമിന്ന് ഇറങ്ങി പോണാ. ഇതുപോലത്തെ ടോപ്പിക് ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ നിന്നെയൊക്കെ വീട്ടിൽ കെടുത്തൂല. മര്യാദക്ക് നടന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് മ്യൂട്ടടിക്കേണ്ടി വരും. മര്യാദയുടെ കിളവ നിങ്ങൾ ഇറങ്ങി പോ കിളവ. പന്നക്കിളവനൊക്കെ ചുമ്മാ ഓരോരുത്തരുടെ മതത്തിൽ കയറി നീ ആരടാ ഈ പടുകിഴവനൊക്കെ ഇവിടെ കയറി ഇരുന്നിട്ട് നാണാവലട കിളവ. മൈക്കിള ഇത് റെക്കോർഡിംഗാ. നിന്റെ വീട്ടിലേക്ക് ഞാൻ ആളോടും ധൈര്യമായിട്ട് നീ ഇവിടെ ഇരുന്ന് നീ ചിലക്കണ ചിലക്കില് ഞാൻ ഇവിടെ റെക്കോർഡിംഗാ. നീ മനസ്സിലാക്കില്ല. നീ പോളി മര്യാദക്ക് നടന്ന എനിക്ക് ഇതുപോലത്തെ തീവ്രവാദി ഞങ്ങള് കുറെ ഇവിടെ നിന്നെ പോലെ ഹിന്ദുത്വ തീവ്രവാദി മുസ്ലിം ഞങ്ങൾ വച്ച് ഉറപ്പിക്കൂല. ഇതുപോലെ മര്യാദക്ക് ഇനി ക്ലബ് ഹൗസിലെങ്ങാനും ഇത് ഉണ്ടെങ്കില്ല അച്ഛാ നീ വീട്ടിൽ വന്ന് ശരിയാക്കും. നിന്നെ ഇതുപോലത്തെ ടോപ്പിക്ക് കിട്ടോണ്ടിരുന്നുണ്ടെങ്കിൽ മര്യാദക്ക് നടന്നോളണം. അച്ഛനെന്ന് പേരിട്ടോണ്ട് കൊടുക്കണ പൊട്ടൻ. ഇത്രയും വലിയ പൊട്ടനൊക്കെ എന്റെ ജീവിതത്തിൽ കണ്ടല്ലോ. നീ ഏത് പൊട്ടനാ? ഈ ചോറന്നെയല്ലേ എനിക്ക് റേഷനറി അല്ലേ തിന്നണേ? എടാ നീ റേഷനറി അല്ലേ തിന്നണ? നീ ഇതുപോലത്തെ ഒരു പറയണം കേക്കല്ല. ഇതുപോലെ മ്യൂട്ട് എനിക്ക് നാണാവൂല. നീ ചോറ് തന്നെയല്ലേ തിന്നണേ? നീ ഇവിടെ തീവ്രവാദം ഇവിടെ മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നടപടിയില്ല. നിന്നെയൊന്നും വച്ചു ഇതുപോലെ ഇരുന്ന് നീ മ്യൂട്ടടി അല്ലാണ്ട് സംസാരിക്കാൻ പൊന്നു മോനാടാ. നിന്നെ ചെയ്യും. ഇനി ക്ലബ് ഹൗസിൽ നീ നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോലീസുകാരെ വിടും. നിന്റെ വീട്ടിലോട്ട് പോലീസുകാരുള്ള നീക്ക് ഇങ്ങനത്തെ തീവ്രവാദം പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഇവിടെ എനിക്ക് ഞങ്ങള് ചെറുപ്പക്കാര് പിള്ളേര് നടക്കും. നിന്നെയൊക്കെ വളർത്താൻ സമ്മതിക്കൂല. നീ തീവ്രവാദിയാണ്. ഹിന്ദുത്വ തീവ്രവാദിയാണ്. നീ ഹിന്ദു തീവ്രവാദി. നിനക്കൊക്കെ ഈ അല്ലെങ്കിൽ ഞങ്ങള് സമാധാനം നിനക്ക് കണ്ണി പിടിക്കള്ളല്ലേ? ഞങ്ങള് കുറെ ആൾക്കാർ സമാധാനമായിട്ട് ജീവിക്കണം. നിനക്ക് കണ്ണി പിടിക്കള്ള അല്ലടാ. നീ മര്യാദക്ക് നടന്നാ നിനക്ക് കൊള്ളാം. നിന്റെ വീട്ടിലുള്ള പെണ്ണുമ്പിള്ളക്കും മക്കൾക്കും മര്യാദക്ക് ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ ഓരോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം വന്ന് നിന്റെയൊക്കെ വീട്ടിലേക്ക് കയറും. എന്താ ചെയ്യണം? നീയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? ഇങ്ങനെ ഓരോ തീവ്രവാദം പറഞ്ഞ് ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാനും അതിന്റെ പേരിൽ കുറെ കാശ് മേടിച്ച് നീ തിന്ന് നിന്റെ വീട്ടിലുള്ള ആൾക്കാർ ഇതങ്ങനെ ഇത് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ? അങ്ങനെ ഇതിന്റെ ദിവസക്കൂലിയാണെങ്കിൽ എന്ത് മാസക്കൂലിയാണെങ്കിൽ നാണാവൂലടാ. നാണമുണ്ടോ നിനക്ക്? അല്ല മാസക്കൂലി മതം പറഞ്ഞോണ്ട് നടക്കാൻ നിനക്ക്
അല്ല ഞങ്ങൾ ചെറുപ്പക്കാര് ഞങ്ങളെ പുതിയ തലമുറയുടെ വഴി തെറ്റിക്കാൻ നോക്കി നടക്കൂല മോനെ. അജീഷ് പൊന്നു മോനെ, മാസക്കൂലിയാണോ? ഈ കിളവനെ പോൽ ഈ തീട്ടങ്ങളെ കൂടി ഇരുത്തി ചർച്ച നടത്താൻ വേണ്ടി ആമ്പുൾ എല്ലാരും ഇരുന്ന് ചിരിക്കുന്നേ ഇവന്റെ അതല്ലേ ഞാൻ പറയണ കേട്ടു, ഞാൻ പറയണ കേട്ടോളാം. അജീഷ, നാളെ നേരം വെളുക്കുമ്പോ നിന്റെ വീട്ടിൽ ആള് വരും നോക്കിക്ക. നാളെ നേരം നിന്റെ വീട്ടിൽ ആള് വരും. അയ്യോ, അവന് കുരുപൊട്ടി ഒലിക്കണ. ഇല്ലില്ല, ഞാനൊരു തമാശ, ഞാൻ കേരളീയ പൗരനാണ്, കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് നിന്നെ പോലുള്ള ആൾക്കാരോട് മതം തീവ്രവാദം കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ പ്രതികരിക്കും. ഞങ്ങൾ ചെറുപ്പക്കാരാണ്, ഞങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളെ പോലുള്ള തീട്ടങ്ങള്, അല്ലെങ്കിൽ ഈ മാമനെ പോലുള്ള തീട്ടം കിളവൻ കുഴിയിലേക്ക് കാര്യം നീട്ടിയിരിക്കണ ഈ കിളവനൊക്കെ 2 കൊല്ലം ജീവിച്ചു. അതിനു മുമ്പ് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ വരെ. പ്രതികരിച്ച് കൊറേ എണ്ണം അങ്ങോട്ട് രാവിലെ ഒരു മിനിറ്റ് രാവിലെ ഞാൻ ഒരാള് വന്നുള്ള ഫുഡ് അത്രയും പേരെ വെറുപ്പിക്കാനാവും എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ വെറും തീട്ടങ്ങളാണ്, വെറും തീട്ടങ്ങൾ, കഷ്ടങ്ങള്. മനസ്സിലായാ? കഴിവില്ലാത്ത കഴിവേറിയ അജീഷ, നിനക്ക് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യതയിൽ അജീഷ, നീ അതിന് തന്നെ ഒന്ന് മനസ്സിലാക്ക്. നീ തന്നെ നീ ഒന്നും വിലയിരുത്ത്. നിനക്ക് എന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള കഴിവുമില്ല. ഇത് ഒരു മാധ്യമത്തിൽ നിനക്ക് എന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെയാണ് എന്നെ മ്യൂട്ട് അടിച്ചോണ്ടിരിക്കുക. നീ എന്നെ മ്യൂട്ട് അടിച്ചോണ്ടിരിക്കുക. നിനക്ക് എന്റെ മുമ്പിൽ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് പോലും കഴിവില്ലാത്ത കഴിവേറിയ നീ എന്തിനാ മുഹമ്മദിനെ പറയണേ? നീ എന്റെ മുമ്പിൽ മര്യാദക്ക് സംസാരിക്കും. നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിൽ ഇങ്ങനെ വർഗീയത കൊണ്ടുതന്നെ അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിനക്ക് എന്തിനല്ല നിന്നെ ഈ പറഞ്ഞു വിളിച്ചു വരുത്തിയല്ലോ. അല്ല, ഈ മനുഷ്യപ്പട്ടിയായിട്ട് ജനിച്ച് നിനക്ക് നാണാവൂല്ലേ? നീ മുഹമ്മദ് നിനക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടേ. ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് മുഹമ്മദല്ലേ നാണാവൂലേ? നീ കൂട്ടിക്കൊടുത്ത് അങ്ങനെ നീ എറണാകുളം ജീവിക്കുന്ന ആളാണോ? കൂട്ടിക്കൊടുത്ത് ജീവിക്ക്. അങ്ങനെ ജീവിക്കുകയാണോ നീ? എന്തെങ്കിലും കൊടുത്ത് ജീവിക്കുകയാണ്. മര്യാദക്ക് നീ എന്തിനാണ് അങ്ങനെ അറിയാൻ പാടില്ല. ഇവിടെ ഇരുന്ന് കാര്യമുണ്ടോ? സ്വന്തം വീട്ടുകാരെ എങ്ങനെ പേടിക്കുന്നത്? ക്ലബ് ഹൗസ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതെങ്ങനെയാണ്? ഞാൻ ഒന്നും ചെയ്യൂല. മാസക്കൂലിയാണ്. എങ്ങനെ ഇത് നിനക്ക് പേടിക്കണ്ട. നീ ആരെ ഈ ഭീഷണിപ്പെടുത്തുന്നത്? നിന്നെ അജീഷ, നിനക്ക് കഴിവില്ലാത്ത നിനക്ക് നാണമില്ലടാ ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കാൻ. സംസാരിക്കാനുള്ള അവൻ ചിരിക്കുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി. അവന്റെ വീട്ടിലുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവന് കാര്യം മനസ്സിലായതുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നാണമില്ലടാ നിനക്ക്? നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നതൊന്നും കാര്യമില്ല മോനെ. ഞാൻ എന്നെ തന്നെ നീ പറഞ്ഞതും പ്രകാരം ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തിയപ്പോഴത്തേനും നിന്റെ പ്രവാചകനെ എനിക്ക് കൂടുതലാണ്. ഇവിടെ നിക്കടാ, ഇവിടെയാട്ട് നീ. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. നിനക്ക് കാശ് തന്നെ ആരാ? നിനക്ക് കാശ് ആണാ? ആരാണ് കാശ് തന്നെ നിനക്ക്? ഇവിടെ തീവ്രവാദം കൊണ്ട് നിനക്ക് കാശ് തന്നെ ആരടാ? പറടാ, നിനക്കാരാ കാശ് തരുന്നത്? നിനക്ക് കാശ് തന്നെ ആരാ? നിനക്കാരാ കാശ് തരുന്നത്? ആരടാ കാശ് തന്നെ? നിനക്ക് കാശ് തന്നെ നരേന്ദ്രൻ. ഇന്ത്യ കേരള നിനക്ക് കാശ് തന്നെ നരേന്ദ്രൻ. അതാ സുരേന്ദ്രനാ? ആണാ? സുരേന്ദ്രനാണോ കാശ് തന്നെ നിനക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്? നിന്റെയൊക്കെ ഒരു കളി ഇവിടെ നടക്കൂല മോനെ. നീയൊക്കെ ഇവിടെ ഇരുന്ന് തലകുത്തി മറിഞ്ഞാലും കേരളത്തിന്റെ ഒരു രോമം നിനക്കൊന്നും തൊടാൻ പറ്റില്ല. എന്റെ പൊന്ന് കിളവ ഒന്ന് മിണ്ടാണ്ടിരിക്കും. കിളവ ഇവിടെ ആമ്പിള്ളേര് സംസാരിക്കും. നിങ്ങൾ തീരാറായ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. ആണുങ്ങൾ സംസാരിക്കും. ഇവിടെ ആണുങ്ങളില്ല. എങ്ങനെ അതല്ല അക്ബർ, ഈ കിളവനൊന്നും മിണ്ടാണ്ടിരിക്കും. എനിക്ക് ഉള്ളിതിരിയാണ് കാശ് തന്നെ. തീവ്രവാദം പരത്താൻ വേണ്ടി കാശ് തന്നെ ഇവിടെ തീവ്രവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ട്
എടാ ഇവിടെ പുള്ളി ാണോ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്തൊക്കെയാണല്ലോ നിനക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലാന്ന് കോൺഗ്രസ്സുകാരും നീ മനസ്സിലാക്കണം പോലെ നീ പ്രവർത്തനം നടത്തിയതിന്റെ ആസോംപാളിയിൽ പോകേണ്ടി വന്നിട്ടില്ല. അഭിപ്രായം എന്താ? ആകെ നീയൊക്കെ എം എം അക്ബർ അതേ കണക്ക് തന്നെ സാക്കിർ നായ എന്ന് പറഞ്ഞവൻ രാജ്യം വിട്ടോടി. അതേ കണക്ക് തന്നെ ഇവിടുന്ന് ഫീസ് സ്കൂൾ എന്ന് പറയുന്ന എം എം അക്ബറിന്റെ സ്ഥാപനത്തിലെ ഒരുത്തൻ ISSലേക്ക് പോയി. കണ്ട അവന്റെ മുഹമ്മദിനെ തെറി പറയാൻ തുടങ്ങിടാ. ഞാൻ പ്രവാചകനല്ല. മാമൂനിന്റെ പേരാണത്. മാമൂനിന്റെ മറ്റു പേരാണ്. മാമൂനിന്റെ 99 നാമത്തിന് ഒരു നാമമാണ്. അതല്ല ഞാൻ പറഞ്ഞ മാമു എന്ന പേപ്പട്ടിയെ വിഴുങ്ങിയവനാണ് ഇവൻ. മനസ്സിലായോ? എടാ ഞാൻ മുഹമ്മദ് ആണെന്ന് വെച്ചാണ് നീ തെറി പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ പ്രവാചകനല്ല. അതുകൂടെ നീ മനസ്സിലാക്കിക്കോ കേട്ടാ. ഞാൻ നിന്റെ ആളല്ല. അതുകൂടെ നീ മനസ്സിലാക്ക്. അവൻ ദജ്ജാല് വന്നിരിക്കുന്നവൻ. അക്ബറേ, ഇനി ഞാൻ നിനക്ക് കുറച്ച് അക്ബറേ എന്നെ അവൻ കിളവനെന്ന് വിളിച്ചിരിക്കുന്നത്. അല്ല, അവൻ കിളവനെന്നല്ല. അക്ബറേ, ഇനി ഞാൻ കുറച്ച് കാര്യം നിനക്ക് പറഞ്ഞു തരാം. നിന്റെ മുഹമ്മദിന്റെ ചരിത്രം ഞാൻ ഇവിടെ വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചിരുന്നു. അവൻ പോയ ഇവിടുന്ന്. സാരമില്ല, ഞങ്ങൾക്ക് കേൾക്കണം. അല്ല, അവനുണ്ടെങ്കിലേ ഞാൻ പറയത്തുള്ളൂ. അവനെ ഇരുത്തിക്കൊണ്ടേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ മുഹമ്മദിന്റെ കുറച്ച് ചരിത്രം ഞാൻ പറഞ്ഞുതരാം. എവിടെ ഇരിക്കുന്നു? ഞാൻ കാണുന്നില്ലല്ലോ. അവൻ പോയി. ഇല്ല, അവൻ പോയെന്നേ. അവൻ പോയി. അവനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല. അവൻ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രവാചകന്റെ കുറച്ച് ചരിത്രം. അവൻ പോയാ ചരിത്രം ഒന്ന് പറഞ്ഞേരെ. കാരണം അല്ലല്ല, ഓടിയല്ല, ചരിത്രം ഒന്ന് പറഞ്ഞേരെ. എന്നാല് നമുക്ക് ബാക്കിയുള്ളവരെങ്കിലും അത് കേൾക്കുമല്ലേ. ഇത്രയും ബഹളം ഉണ്ടാക്കിയതല്ലേ, എന്നിട്ട് ഓടിപ്പോയതാ. ചരിത്രം പറയാൻ തുടങ്ങുമെന്ന് കണ്ടപ്പോ ഓടിപ്പോയതാ. എന്തായാലും ചരിത്രം ഒന്ന് പറഞ്ഞേരെ. ഇല്ലെന്നേ. ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കിയാ. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പോയി ഓടിയൊന്നും ഞാൻ ആദ്യമായിട്ടാണ് മൈക്കിള് വർത്താനം പറയുന്നത് ഞാൻ കേട്ടത്. കാര്യം അവൻ സ്വരം എടുത്തിട്ടേ ഈ പിള്ളേരെ ഇട്ടുകൊണ്ട് അവൻ ചെയ്യായിരുന്നു. അച്ചുമോച്ചാൻ ഇവിടെ പടമായിട്ടിരിക്കുന്നു. അത് കാരണമാണ് ഞാൻ കയറി വന്ന. എന്നിട്ട് അവനെ കൊണ്ട് ഞാൻ മൈക്ക് മൂട്ടി ചെയ്യിപ്പിച്ചിട്ട് അവൻ പറയാം. മറ്റുള്ളവർ പറഞ്ഞപ്പോ ഞാൻ മൗനമായിട്ട് ഇരുന്നതാ. എല്ലാരും കൂടെ സൗണ്ട് ഇല്ല. അത് കഴിഞ്ഞപ്പോ ഇവൻ ഒരു നിമിഷം. പിന്നെ പുള്ളിക്കാരൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴും രീതി വേറെയായിരുന്നു. പിന്നീട് ഭീഷണി മുഴക്കിയപ്പോഴാണ് ഞാൻ സംസാരിക്കുന്ന അവസ്ഥ ഏതെങ്കിലും കയറി സംസാരിച്ചത്. കാരണം നമ്മൾ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മൾ ടോപ്പിക് ഇട്ടതിനെ കുറിച്ച് സംസാരിക്കാതെ ഇവനാണെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ചത് പറയുമ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിന് ദേഷ്യം വരത്തില്ല. മൈക്കിൾ ബ്രദറെ, ഞാനൊരു കമന്റ് ഇടുകയില്ല. ആദ്യം വർഗീയത പറഞ്ഞത് മുഹമ്മദ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇവൻ നിർത്തുന്നില്ല. അവൻ നിങ്ങളായിട്ടുള്ള ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. കയറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അരിയും മലരും എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് എന്തായി? കാര്യം ഇവിടെ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ജീവിക്കുന്നതാണ്. നമുക്ക് ഇവിടെ എന്തിനും വിമർശിക്കാനായിട്ട് നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയണമെന്നുള്ളൂ. അങ്ങനെയുള്ളത് അഫ്ഗാനല്ല, ഇത് പാകിസ്ഥാനും അല്ല, ഇറാനും അല്ല എന്ന് ഞാൻ അവന്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ എന്നെ കിളവനെന്നും പറഞ്ഞു വിളിക്കുന്നത്. അത്ര കിളവനാണോ ഞാൻ? അവൻ പോയോ? അവന്റെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിന്റെ കാരണം എന്താ അറിയോ? ഈ വഴിപഴപ്പിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന്മാരെല്ലാം വഴിപഴച്ചവരായിരിക്കും. മനസ്സിലായോ? കാരണം സകല മനുഷ്യരെയും വഴിപഴപ്പിക്കുന്ന ആരാ? അള്ളാഹു ആണ്. അത് ഞാനും എന്റെ കുടുംബക്കാരും എഴുതിയ പുസ്തകമല്ല. ഖുറാന്റെ അകത്ത് അധ്യായം 6 അതിന്റെ 39 പറയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ ബധിരരും ഊമരും ഇരുട്ടുകളിൽ അകപ്പെട്ടവരും അത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികളിലാക്കും, താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും. എന്നിട്ട് ഈ അള്ളാഹു എന്ന് പറയുന്ന ഇയാള് തന്നെയാണ് സകലരും എന്ത് ചെയ്യുന്നത്? പുള്ളിയുടെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് എല്ലാരെയും വഴികേടിലാക്കും. എന്നിട്ട് ഇതേപോലുള്ള കുറെ മരപ്പൊട്ടന്മാര് മദ്രസ പൊട്ടന്മാര് വന്നിട്ട് നമ്മുടെ നേരെ ഭീഷണിപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, നിന്റെ ഖുറാന്റെ അകത്ത് നിന്റെ അള്ളാഹു സത്യവാനാണെങ്കിൽ നിന്റെ അള്ളാഹു ആണ് എന്ത്? ഭൂമിയിലെ സകല മനുഷ്യരെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം മറ്റുള്ള, ഇപ്പൊ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്, ഹിന്ദുക്കൾ അവരുടേതായിട്ടുള്ള ഇതുണ്ട്. അങ്ങനെ വിശ്വസിക്കാനുണ്ടായ കാരണം എന്തുവാ? നിന്റെ ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ അറബി ഗോത്രദേവൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാ. 6:39 പറഞ്ഞത് താൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു വഴികേടിലാക്കുമെന്ന്. ഞങ്ങളെ വഴികേടിലാക്കിയതാരാ? നിന്റെ അള്ളാഹു.
ബൈബിളിന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ മനുഷ്യരെ വഴികേടിലാക്കുന്ന പിശാചാണ്. അങ്ങനെ തന്നെ നീ അങ്ങോട്ട് പൊക്കോ, മുമ്പോട്ട് പൊക്കോ. ഇനി അടുത്തത് അധ്യായം 35:8. എന്നാൽ തന്റെ ദുഷ്പ്രവർത്തികളിൽ അലങ്കൃതമായി തോന്നിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവന്റെ കാര്യമോ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവരെ പറ്റിയുള്ള കൊടുംഖേദം നിമിത്തം നിന്റെ പ്രാണൻ പോകാതിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിവുള്ളവനാകുന്നു. ഉണ്ടയാണ്. അള്ളാഹുവിന് പല കാര്യങ്ങളും അറിവില്ലാത്തവനാണ്. കാരണം പുള്ളിക്ക് ഓർമ്മക്കുറവുണ്ട്. മനുഷ്യൻ ഭൂമി ചെയ്തു കൂട്ടിയ കാര്യം എന്താണെന്ന് ഈ താഴെ നിൽക്കുന്ന ആരെങ്കിലും കുത്തി പറയണം. എടാ എന്റെ അള്ളാഹുവെ, എന്റെ ദൈവമേ, എടാ എന്റെ ലാത്ത ഉസമാന 3 പെമ്പിള്ളാരെ വരെ ഉപേക്ഷിച്ചു മറവിരോഗം കാരണം. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 3 മക്കളെ ഉപേക്ഷിച്ച ഒരു അപ്പനാണ് പുള്ളി. ആ പുള്ളി തന്നെയാണ് എന്ത് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുന്നവനാന്ന് പറയുന്നത്. അപ്പൊ ഈ വഴിപിഴപ്പിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഇവന്മാരെ പോലുള്ളവന്മാരെല്ലാം ബാക്കിയുള്ളവരെ കാണുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളെയാണോ ഈ വന്ന് ഭീഷണിപ്പെടുത്തുകയും തെരുവ് പറയുകയും ചെയ്യേണ്ടത്? ആരെയാണ്? ഈ അള്ളാഹുവിനെ അല്ലേ? കാരണം പുള്ളിയല്ലേ ഈ തോന്നിയാസം കാണിച്ചു വെച്ചത്. ഇനി 4:143. ഈ കക്ഷിയിലേക്കോ ആ കക്ഷിയിലേക്കോ ചേരാതെ അതിനിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നവരാണവർ. വല്ലവനെ അള്ളാഹു വഴിപിഴപ്പിച്ചാൽ അവന് പിന്നെ ഒരു മാർഗവും നീ കണ്ടെത്തുകയില്ല. അപ്പൊ പിന്നെ ഈ പറയുന്ന 4:143 വെച്ചുകൊണ്ട് അള്ളാഹു സകല മനുഷ്യരെയും വഴിപിഴപ്പിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വരുന്ന ദാവാപ്രവർത്തകർക്കൊന്നും ഒരു മാർഗവും ഇല്ല ഈ വഴിപിഴച്ച് കിടക്കുന്നവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ. എന്നിട്ട് ഒരു ഇസ്ലാമിലേക്ക് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തിന് വിപരീതമായിട്ടല്ലേ ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കള്ള വിടുവുകള്. ഇനി 6:125. ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാളെ അള്ളാഹു വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാക്കി തീർക്കുന്നതാണ്. അവൻ ആകാശത്തിലൂടെ കയറി പോകുന്നത് പോലെ വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു. അപ്പൊ ഈ തൊട്ടികൾ പറഞ്ഞ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേർവഴിയിലേക്കും വഴിപിഴപ്പിക്കുന്നതല്ല അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ തോന്നിയാസത്തിൽ നടക്കുന്ന നിന്നെ പോലുള്ളവന്മാർ ഇങ്ങനെ ഭീഷണിയും മറ്റുള്ള കലാപരിപാടികളും ഒക്കെ ആയിട്ട് വരും. പൊന്നു പോലെ നിന്റെയൊക്കെ ഭീഷണി ഇങ്ങോട്ടൊന്നും എടുത്തുകൊണ്ട് വരണ്ട. മരണം ഒന്നേ ഉള്ളെന്ന് വിശ്വസിക്കുന്നതിനാ ഞാൻ. മനസ്സിലായോ? അതുകൊണ്ട് ആ തരികിട പരിപാടി ഇനി രാവിലെ അവർ വരുവാണെങ്കിൽ പറയാം കേട്ടോ. അപ്പവും പന്നിയിറച്ചിയും വെക്കാം. അതാകുമ്പോഴത്തേനെ വിശന്നിട്ട് അല്ല ഇതില് വലിയ ഭീഷണി കണ്ടിരിക്കുന്നു. പിന്നെ ഇവന്റെ ഭീഷണി ഇത് പോകാൻ പറഞ്ഞു എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് രാവിലെ വരുവാണെങ്കിൽ പറയണം, നല്ല അപ്പവും പന്നിയിറച്ചി ഉണ്ടാക്കി വെക്കാം. തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കാം. അതാകുമ്പോഴത്തേനും അധികം മട്ടിപ്പും വരത്തില്ല. നല്ല രീതിയിൽ തിന്നിട്ടങ്ങ് പൊക്കോ. അള്ളാഹു തന്നെയാണെന്ന് വിചാരിച്ചോണ്ട് നല്ല രീതിയില് ബിസ്മിയൊക്കെ ചൊല്ലി തിന്ന് എന്നിട്ടങ്ങ് പൊക്കോ. അതാ നിനക്ക് നല്ലത്. അക്ബർ വന്നല്ലോ, താഴെ ഇരിപ്പുണ്ട്. അക്ബറെ, ഇനി നിന്റെ മുഹമ്മദിന്റെ തോന്നിയാസങ്ങളൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. നീ പോകരുത് കേട്ടോ. നീ അവിടെ ഇരിക്കാം. നീ തെറിയനായതുകൊണ്ടാണ് നിന്നെ മുകളിലേക്ക് കയറ്റാത്തത്. കാരണം ചില വീടുകളിലൊക്കെ ഇത് ഹെഡ്സെറ്റ് ഒന്നും ഇല്ലാതായിരിക്കും ചിലവർ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നിന്നെ പോലുള്ളവന്മാര് വന്ന് തെറി പറയുമ്പോഴത്തേനും നിന്റെയൊക്കെ ചരിത്രം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്ലബ് ഹൗസ് മുഖാന്തരം എല്ലാ വീടുകളിലും അറിയുന്നുണ്ട്. എല്ലാ വീടുകളിലും ഈ ഇപ്പൊ മുഹമ്മദ് എന്താണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ചിരിയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര ചിരിയോട് ചിരി. ഞാൻ ചോദിച്ചത് എന്താ മനുഷ്യ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും പറയാണ്, MM ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുണ്ടെന്ന്. ഇത് കണ്ടിട്ട് പുള്ളിക്ക് ചിരി വരുവാണ്. കാരണം ഇത് കണ്ടപ്പോഴത്തേനും ഉണ്ടല്ലോ ഞാൻ ചോദിച്ചു നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്താ? ഇവനെ കണ്ടപ്പോ ഉടനെ 6 വയസ്സുകാരി ആയിഷയും മറ മാറ്റിയപ്പോഴത്തേനും സ്വന്തം മോന്റെ ഭാര്യനെ ദത്തുപുത്രന്റെ ഭാര്യനെ സ്വന്തം ഭാര്യ ആക്കിയതൊക്കെ ഓർത്തു വന്നിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് നിന്റെ പ്രവാചകന്റെ അവസ്ഥ. അതുകൊണ്ട് നിന്നോട് അക്ബറിനോട് പറയണം, അക്ബറെ നിന്റെ ജീവിതത്തിൽ നീ ഒരു മനുഷ്യനെ തെറി പറയുന്നുണ്ടെങ്കിൽ അതെന്താ? അള്ളാഹു നിന്നെ പഠിപ്പിച്ച, മുഹമ്മദ് നിന്നെ പഠിപ്പിച്ചതാണ്. മനസ്സിലായോ? നിന്റെ അള്ളാഹു നിന്നെ പഠിപ്പിച്ചതാണ്. നിന്റെ മുഹമ്മദ് നിന്നെ പഠിപ്പിച്ചതാണ്. കാരണം എന്താണ്? തെറി പറയൽ മഹാമഹം എന്ന് പറയുന്നത് നിന്റെ അള്ളാഹുവിനും നിന്റെ മുഹമ്മദിനും ഒരു ചെറിയൊരു കാര്യമല്ല. അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, തെറി പറയാം. കാരണം അത് നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മുഹമ്മദിന് മാരണം ബാധിച്ച് ആ അവസ്ഥയിലേക്ക് ആയപ്പോഴത്തേന് എന്തായി? ഇത് തന്നെയല്ലേ ചെയ്ത കാര്യം ചെയ്യാത്തായിട്ട് തോന്നിയ ഒരു മാരണം ബാധിച്ച ഒരു അടിമ പ്രവാചകനിൽ വിശ്വസിക്കുന്ന അക്ബറിനെ പോലുള്ളവർ ഇവിടെ വന്നിരുന്നുകൊണ്ട് പച്ചത്തെറി വിളിച്ച അക്ബറിനുള്ള മറുപടിയാണിത് കേട്ടോ. അക്ബറിനോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും നേരായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ? നിന്റെ
അടിമയായിട്ടുള്ള നീ അടിമയായി നിൽക്കുന്ന അള്ളാഹു മറ്റുള്ള മനുഷ്യരെ മറ്റുള്ളവരുമായിട്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നിനക്കെങ്ങനെ, നീ ഇപ്പൊ ഇവിടെ വന്നല്ലോ, ഞങ്ങള് മതേതര യുവാക്കളാണ്, നീ അങ്ങനെ യുവാക്കളായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? നിനക്കങ്ങനെ ജീവിക്കാൻ പറ്റും? നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിനക്കൊരു യുവാവ് നിന്നെ ഒരിടത്ത് വിളിച്ചിരുത്തിയിട്ട് നിനക്കൊരു നേരത്തെ ചായ തരാൻ പറ്റുമോ? ഇല്ല. കാരണം നിന്റെ ഈ സ്വഭാവം എന്താണെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ ഈ സ്ത്രീകളൊക്കെ ഇരിക്കുന്ന ക്ലബ് ഹൗസിൽ വന്നിട്ട് തെറി പറയുന്ന നീ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ വിതർന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, നിന്റെ ജനനം എങ്ങനെയാണെന്ന് അറിയാമോ നിനക്ക്? നിന്റെ ജനനം, നീ വിടുന്നുണ്ട് ഓരോരുത്തരെ തെറി പറഞ്ഞല്ലോ, ദൈവമക്കളെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ല, അത് വേറൊരു വശം. അതുകൊണ്ട് ഞാൻ പറയാം നിന്റെ ജനനം എങ്ങനെയാണെന്ന്. കാരണം ഈ മുഹമ്മദിന് ഒരു അത്ഭുത ജനനം ഉണ്ടായിരുന്നു. പുള്ളി ബാപ്പ മരിച്ച 4 വർഷത്തിന് ശേഷമാണല്ലോ ജനിച്ചത്. അത് ബുക്ക് ഓഫ് മേജർ ക്ലാസിക് വാല്യം 1 പേജ് 94-95 അൽ ഹലബിയുടെ അൽ സിറാത്ത് അൽ ഹലബിയ. നീ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ആർക്കറിയ പുസ്തകമൊക്കെ? നിനക്കാകെ തെറിയല്ലേ നിന്റെ നാവിൽ നിന്റെ വീട്ടുകാർ നിന്റെ വാപ്പായും ഉമ്മയൊക്കെ എഴുതി തന്നത്. അതുകൊണ്ട് നിനക്ക് തെറി പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, ഭീഷണിയെ അറിയത്തുള്ളൂ. മര്യാദയ്ക്ക് സംസാരിക്കാൻ നിനക്ക് അറിയത്തില്ല. കാരണം എന്താ, നിന്റെ ജീവിത രീതി നീ അങ്ങനെ ആയിരിക്കാൻ ജനിച്ചത്, അത്രേ ഉള്ളൂ. അപ്പൊ മുഹമ്മദ് ജനിച്ചതുപോലെ വാല്യം 1 പേജ് 51 പറഞ്ഞിരിക്കുന്ന പോലെ വാപ്പ മരിച്ച 4 വർഷത്തിന് ശേഷം ജനിച്ചവനായതുകൊണ്ടായിരിക്കാം അക്ബറെ നീ ഇങ്ങനെ വന്നിട്ട് എല്ലാവരെയും തെറി പറയുന്നത്. ഇനി ഫത്തുൽ മുഈൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഷൈഖുന പറഞ്ഞ ഒരു സംഭവമുണ്ട്, മനസ്സിലായോ? ആ രീതിയിൽ ജനിച്ചവൻ. നീ പോയിട്ട് ഏതൊരു ഉസ്താദിനോട് ചോദിച്ചാൽ മതി, ഉസ്താദ് ഈ ഷൈഖുന പറഞ്ഞ ഒരു ജനനം ഉണ്ടല്ലോ അത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ വായിക്കുന്നില്ലത്, അത് നിന്റെ തലയ്ക്ക് ഞാനൊരു ചോദ്യചിഹ്നമായിട്ട് തരിക. അക്ബർ പോയിട്ടൊന്ന് ചോദിച്ചാൽ മതി, ഇതെങ്ങനെയാണ് ഉസ്താദ് ഈ ഫത്തുൽ മുഈൻ പേജ് 72, PDF ആണെങ്കിൽ 78. ഇതിന്റെ അകത്ത് ഒരു ജനനത്തെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ആ രീതിയിൽ ജനിച്ചവനല്ല, എന്നെ കണ്ട അങ്ങനെ പറയത്തില്ലേ? ഞാൻ അത്രയ്ക്ക് ഡീസന്റ് അല്ലേ? ഉസ്താദ് എന്നെ ഒന്ന് നോക്കിയ ഉസ്താദെ, ശരിയല്ലേ? ഉസ്താദ് ആ പുസ്തകം ഒന്ന് വായിച്ചിട്ട് എന്നെ നോക്കിയ, ഞാൻ കറക്റ്റ് അങ്ങനെ ജനിച്ചവനല്ലേ? ഞാൻ സമൂഹത്തിൽ മാന്യനല്ലേ എന്ന് നീ ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് കറക്റ്റ് ആയിട്ട് ആ പുസ്തകം തുറന്നിട്ട് നിന്നെ വായിച്ച് കേൾപ്പിച്ചിട്ട് പറയും, കണ്ടോ കറക്റ്റ് ആണ് അക്ബറെ. ഇപ്പൊ ആ മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നില്ല, കറക്റ്റ് ആണ്. നീന്റെ ഫോട്ടോ ആണെങ്കിൽ മസിലൊക്കെ വെച്ച് നിപ്പുണ്ടല്ലോ, നീ ആണെന്നുണ്ടെങ്കിൽ നിന്നോട് പറയുകയാണ് പറ്റിയ ടീമാണ്. ഉസ്താദ് അത് കാണുമ്പോഴത്തേനും വളരെ സന്തോഷത്തോടെ പറയുകയും ചെയ്യും, ശരിയാണ്, ശരിയാണ് അക്ബറെ, ശരിയാണ്. ഞാൻ പോലും നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ ഞങ്ങൾ ആരേലും തിരിച്ചറിയുന്നതിന് മുമ്പേ ഞങ്ങളുടെ പ്രവാചകൻ നിന്നെ തിരിച്ചറിഞ്ഞു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവചനം എന്ന് പറഞ്ഞിട്ട് അവര് നിനക്ക് ഹാരം, പൂച്ചെണ്ട്, ബൊക്ക, പെട്ടി, മയ്യത്ത് കട്ടില് ഇതെല്ലാം തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല, പൊക്കോ, അതാ നിനക്ക് നല്ലത്. പിന്നെ ഈ പന്നിയിറച്ചിക്കകത്ത് കൊടംപുളി ഇടണമെന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ. കൊടംപുളി ഇടരുത്. കൊടംപുളി ഇട്ട് കഴിഞ്ഞാൽ പന്നിയിറച്ചി അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഇതാവും, പിരിയും. കൊടംപുളിയല്ല, വാളംപുളിയാണ് ഇടേണ്ടത് കേട്ടല്ലോ. ഇനി തെറ്റിക്കരുതേ. പന്നിയിറച്ചിയുടെ വിഷയത്തിൽ ഇങ്ങോട്ട് പറയരുത്. കുടംപുളിയല്ല, വാളംപുളിയാണ്. കൊടംപുളിയും വാളംപുളിയും രണ്ടും രണ്ടാണ്. കൊടംപുളി ഇട്ട് കഴിഞ്ഞാല് ഇറച്ചി പൊട്ടുകയെന്ന് വെച്ചാൽ പിരിഞ്ഞു കിടക്കും. പിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുവാ നാര് പോലെ ആവും. അതുകൊണ്ട് അത് മാറ്റണം. കുടംപുളി അല്ല കേട്ടോ, വാളംപുളിയാണ്. വാളംപുളി ഒരു കഷ്ണം ചെറിയൊരു ഉണ്ട പോലെ അങ്ങോട്ട് ഇട്ടാൽ മതി, അന്നേരം ആ മട്ടിപ്പ് വരത്തില്ല. രാവിലെ നീ വീട്ടിലേക്ക് വരുവാണെങ്കിൽ പറയണേ, നിനക്കുള്ള ഞാൻ ഫുഡെല്ലാം റെഡിയാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോ.